പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 16-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, അവർ അതിവേഗം പോയി മറിയത്തെയും ജോസഫിനെയും പുൽത്തൊട്ടിയിൽ കിടക്കുന്ന ശിശുവിനെയും കണ്ടു. ഉണ്ണിയേശുവിൽ സഹോദരങ്ങളെ, മനുഷ്യനായി ജനിച്ച ദൈവത്തെ, ഉണ്ണിയേശുവിനെ ആദ്യം കണ്ടത് ആട്ടിടയരാണ്. കൊട്ടാരത്തിലാണെങ്കിൽ ആട്ടിടയർക്ക് കാണാൻ സാധിക്കുമോ? ഇല്ല. വലിയവനെ താഴോട്ടിറക്കുന്ന, എളിയവനെ സ്വർഗത്തോളം ഉയർത്തുന്ന ദൈവിക പദ്ധതി. നാം ആയിരിക്കുന്ന ഉന്നതങ്ങളിൽ നിന്ന് ഇറങ്ങി പുൽത്തൊട്ടി വരെ എത്താൻ സാധിക്കുന്നവർക്ക് ഇന്നും രക്ഷകനെ കണ്ടുമുട്ടാനാവും. ഈശോയെ ആദ്യം ആരാധിച്ചത് മനുഷ്യരല്ലല്ലോ, മൃഗങ്ങളായിരുന്നില്ലേ? മനുഷ്യരിൽ അവിടുന്ന് നിർമ്മല ഹൃദയരെ അന്വേഷിച്ചു. നിർമ്മല ഹൃദയരിൽ അവിടുന്ന് ശിശുക്കളെ അന്വേഷിച്ചു. ശിശുക്കളേക്കാൾ ലോലഹൃദയരും സൗമ്യരുമായ വളർത്തു മൃഗങ്ങൾ രക്ഷകനെ സ്വാഗതം ചെയ്തു. മൃഗങ്ങൾക്ക് ശേഷം മൃഗങ്ങളെ മേയ്ക്കുന്നവർ വന്നു. സമർപ്പിക്കാൻ ഒന്നുമുണ്ടായിരുന്നില്ല, തീർത്തും ദരിദ്രം. എങ്കിലും തങ്ങൾക്കുണ്ടായിരുന്നത് സ്നേഹപൂർവം കാഴ്ചവെച്ചു. പാൽ, പാൽക്കട്ടി, കമ്പിളി, ആട്ടിൻകുട്ടി, അങ്ങനെ അവർക്കുണ്ടായിരുന്നതെല്ലാം. ആ ഇടയരുടെ പ്രത്യേകതകൾ ഭൗതികമായി ഒന്നുമില്ല. അപ്പത്തിനായി കഠിനമായി അധ്വാനിക്കുന്നവർ, വഴിവക്കത്തെ രാത്രി കഴിക്കുന്നവർ, സമൂഹത്തിൽ നിലയും വിലയുമില്ലാത്തവർ, തങ്ങൾക്ക് ദൈവം മാത്രമേ ഉള്ളുവെന്ന് ബോധ്യമുള്ളവർ. 2, എളിമയുള്ളവർ, ദൈവത്തെ കൂടാതെ തങ്ങൾക്കൊന്നും ചെയ്യാനാവില്ലെന്ന് ബോധ്യമുള്ളവർ. 3, ഹൃദയശുദ്ധിയുള്ളവർ. ലോകത്തിൻ്റെ കാപട്യമൊന്നും അവരിലില്ലായിരുന്നു. പിറവിയുടെ സന്ദേശം അറിഞ്ഞപ്പോൾ തന്നെ അവർ വിശ്വസിച്ചു. ബെത്ലഹേമിലേക്ക് പോയി. ദൈവദൂതൻ നൽകിയ അടയാളം ഇതായിരുന്നല്ലോ: പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തിയിരിക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും. അവർ അതിവേഗം പോയി മറിയത്തെയും ജോസഫിനെയും പുൽത്തൊട്ടിയിൽ കിടക്കുന്ന ശിശുവിനെയും കണ്ടു. തങ്ങളോട് പറയപ്പെട്ടതുപോലെ കാണുകയും കേൾക്കുകയും ചെയ്ത സകല കാര്യങ്ങളെക്കുറിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും സ്തുതിക്കുകയും ചെയ്തുകൊണ്ട് ആ ഇടയന്മാർ തിരിച്ചുപോയി. ദൈവമക്കളെ, ഭൗതിക ദാരിദ്ര്യവും സമൂഹത്തിലെ താഴ്ന്ന നിലയും ശാപമല്ലെന്ന്. ആരെയും പുച്ഛിക്കാനോ മാറ്റി നിർത്താനോ അവഗണിക്കാനോ തള്ളിക്കളയാനോ ഉള്ള മാനദണ്ഡമല്ലെന്ന്. അവ ദൈവീക സാന്നിധ്യത്തിൻ്റെയും വെളിപ്പെടുത്തലുകളുടെയും അടയാളമാകാമെന്ന് ഓരോ ക്രിസ്തുമസ് ആഘോഷവും നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഈ സന്ദേശം കേൾക്കുന്ന ഏവരെയും ബെത്ലഹേമിലെയും നസറത്തിലെയും ഉണ്ണീശോ അനുഗ്രഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.